കുറിച്ച് നിങ്ങളെ കുറെ ധാരണ ഉണ്ടല്ലോ, കണ്ടല്ലേ? എന്തെങ്കിലും ഓർമ്മകൾ പറയാൻ പറ്റുമോ? ഞാൻ നല്ല സംശുദ്ധമായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ ആ തിരുവരങ്ങാടി അങ്ങനെ ആക്കി തന്നെ MKG. അതായത് അനാഥ കുട്ടികളെ അന്നൊരു കാലത്ത് ഇത് വന്ന സമയത്ത് ഈ കോളറ വന്ന സമയത്ത് അവരെ കംപ്ലീറ്റ് ഇതായിരുന്നു. പിന്നെ മൂപ്പരെ ആദ്യ കാലത്ത് തന്നെ അവന് ഇത്ര വലിയ സാമ്പത്തിക കഴിവൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഈ പപ്പടം ബിസിനസ്സൊക്കെ ആദ്യം പറഞ്ഞത്. പിന്നീട് മൂപ്പര കൊണ്ട് മദ്രാസിലേക്ക് പോയി. മദ്രാസിൽ നിന്ന് ഞാൻ കേട്ട പേരാണ്. മദ്രാസിൽ പോയി ചെറിയൊരു ഹോട്ടലൊക്കെ തുടങ്ങി. അങ്ങനെ ആയി. ഇപ്പോൾ സാധു സംരക്ഷണമാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. പിന്നെ തിരുനാടി വന്നപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ഈ കുറച്ച് ആൾക്കാരെ സംഘടിപ്പിച്ച്. അപ്പോൾ ഈ ബാഫിത്തങ്ങളും ഇവരൊക്കെ ഭാഗവാക്കുകളാണ്, പാലക്കാടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ അവരവിടെ ഒരു ഇതുണ്ടായ ഒരു ചെറിയൊരു ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ജാതിമത ഭേദമന്യേ അനാഥ കുട്ടികളെ സ്കൂൾ പഠിക്കാൻ അറബിക് ഓറിയന്റിലാണ്. കെ പി രാമാഷ് മുപ്പര് പഠിപ്പിച്ചു. KP രാമാഷ് പൈസ വാങ്ങാണ്ടാണ് പണം ഇപ്പോഴും വാങ്ങില്ല. ഞാനുള്ളപ്പോൾ വാങ്ങി 5 പൈസ ചെലവ് എല്ലാ സമുദായക്കാർക്കും അധ്യാപകർ പെർഫോമൻസ് നോക്കി എടുക്കുള്ളൂ. പിന്നെന്താ വെച്ചാൽ അവിടെ എത്തിങ്ങാനെ പഠിക്കുന്ന കുട്ടികൾ നന്നായി നിരക്കി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. ആ അവരുടെ ഇല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കും. ചാക്കോ മാഷ് പഠിപ്പിച്ച് ചാക്കോ മാഷുള്ള കാലത്തൊക്കെ ഹിന്ദി പഠിച്ച ആൾക്കാർ അവിടെ അങ്ങനെ ചാക്കോ മാഷ്. പിന്നെ ചങ്കുണ്ണി മാഷ് പിന്നുള്ള സൈനബ് അല്ലാതെ ഒരു ഹിന്ദി അല്ലാത്ത ഒരാളാണ്. ഹിന്ദി അല്ലാത്ത ഒരാളുണ്ടല്ലോ, പിന്നെ ഒരു വർഗീസ് മാഷ്. പത്മാവതി ടീച്ചർ അല്ലേ? ഞാൻ അവിടെ ഉള്ള ഭൂമി അത് തെക്കൻ ഭാഗത്തുള്ള ബാബു മാഷ് അല്ലേ? ബാബു പിന്നെ വന്ന സുഗതൻ ബുധമുള്ളപ്പോൾ ഞാനവിടെ ഉള്ള സമയത്ത് മാഷ് കുഞ്ഞിത്തേനി മാഷ. അപ്പോൾ എൻ്റെ പിന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ജ്യേഷ്ഠൻ അവിടെ മലപ്പുറം DOPസിലെ എല്ലാവർക്കും എൻ്റെ അക്കൗണ്ട് തന്നെയാണ്. പഞ്ചായ സൂപ്രണ്ടല്ല, ജൂനിയർ സൂപ്രണ്ടില്ല. മോശി സാഹിബ് റിട്ടയർഡ് പിന്നെ DO ആണ്. അദ്ദേഹം പിന്നെ ആണ് ഈ എത്തിങ്ങാൻ്റെ ജനറൽ മാനേജർ. അതായത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നതിന് ശേഷം MKG ആണെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഫുൾ പവർ മൂപ്പർക്കാണ് എത്തിങ്ങാൻ്റെ മോഹസിൻ സാഹിബ്. അപ്പോൾ മോഹസിൻ സാഹിബ് അങ്ങനെ ഒരു എൻ്റെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ വർക്ക് ചെയ്താണ്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായ തിരക്കുള്ള എന്ന് പറഞ്ഞപ്പോൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ ഞാൻ UPSC ആയിട്ട് മാറ്റിയതാണ്. അവിടെ ഹൈസ്കൂൾ പാർട്ട് ടൈമും മറ്റേത് ഫുൾ ടൈമായിരുന്നു. അങ്ങനെ അവിടെ എന്ത് ചെയ്തു വെച്ചാൽ എന്നെ ഹൈസ്കൂള് എന്നെ ഫുൾ ടൈം ആക്കി, മറ്റേത് പാർട്ട് ടൈം ആക്കി. അപ്പോൾ പാർട്ട് ടൈം എനിക്ക് തരാമെന്ന് വെച്ചു. അപ്പോൾ അവിടെ ട്രെയിനിങ് ആക്കാൻ പോയ ഒരാളുണ്ടായിരുന്നു, ഒരു പ്രഭാകരനെ പ്രഭാകരനാഥുണ്ട്. ആ മാഷക്ക് എന്ത് വെച്ചാൽ PSC കിട്ടി. മൂപ്പര് HSI പോസ്റ്റ് കൊടുത്തില്ല വെച്ചാൽ HSI ഫുൾ ടൈമായിട്ട് ആക്കിയാലേ അയാൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചാക്കോ മാഷ് HSI പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ മൂപ്പർക്കാണ് ക്ലെയിം. അങ്ങനെ എന്ത് സംഭവിച്ചാൽ മൂപ്പര് അവിടെ PSC കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇയാൾ PSC കിട്ടി പോവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പോസ്റ്റ് തിരിച്ചത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണ് പറഞ്ഞത്, ജ്യേഷ്ഠൻ പറഞ്ഞതാണ്. പിന്നെ അത് മജീദിൻ്റെ ഒരു സഹായം കൂടിയുണ്ട്, സൂപ്പറുണ്ട് അല്ല മജീദ്. പിന്നെ അത് UP പാർട്ട് ടൈം ആക്കി, മറ്റൊരു ഫുൾ ടൈം ആക്കി. അങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ജൂലൈ 31 ഇൻ്റർവ്യൂ മോഹസിൻ സാഹിബായിരുന്നു. നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ത്രൂ ഔട്ടായിട്ട് ഹിന്ദിയൊക്കെ സംസാരിക്കാൻ ഞാൻ പഠിപ്പിച്ച രാവണി മാഷുണ്ട് ഇവിടെ. മൂപ്പരെ പഠിപ്പിക്കുന്ന കയറിയാൽ ഹിന്ദിയെ പറയാൻ പാടില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റമായിരുന്നു. അല്ലെങ്കിൽ ഫൈൻ അടക്കും. അതുകൊണ്ട് എല്ലാ ആൾക്കാരും അഞ്ഞൂറ് ഹിന്ദിയിലെ സംസാരിക്കും. ഇപ്പോൾ മൂപ്പരാണ് ഒക്കെ ഹിന്ദിയിലാണ് ചോദ്യത്തിലൊക്കെ. മോസിസാബാണ് ഇന്റർവ്യൂ. MKG ഒന്നും ഇല്ല, രംഗത്തില്ല. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ അവസാനം എന്നോട് ചോദിച്ചു, ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ എഴുതിച്ചതാണ്. എൻ്റെ ഒരു കുരുനാളുണ്ട്, എനിക്ക് ഇംഗ്ലീഷിൽ വലിയ ഇതില്ല. അപ്പം എല്ലാ വിവരങ്ങളും വെച്ച് എഴുതിയിട്ട് അതെടുത്ത് എന്നോട് മോഹസിൻ സാഹിബ് ചോദിച്ചു, ഇതാരാ എഴുതിയെന്ന്? മലയാളത്തിൽ ഒറ്റ ചോദ്യം, ഇതാരാ എഴുതിയെന്ന് വെച്ചു.
ഞാൻ പറഞ്ഞത് എൻ്റെ ഗുരുനാഥനാന്ന് പറഞ്ഞു. അപ്പം ഞാനാന്ന് പറഞ്ഞത് അത് എനിക്കറിയാലോ, കഴിയുന്നത് ഞാനത് സത്യം പറയാന്നാണ് ഒരു ഇതാണ് മക്കളുള്ളൂ കാഴ്ചപ്പാട്. ശരി പോവാന്ന് പറഞ്ഞ് ഞാൻ നന്ദി പറഞ്ഞ് ഇറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് തന്നെ പോസ്റ്റിംഗ് ആയി. അങ്ങനെയാണ് 68 ആഗസ്റ്റ് 1-ാം തീയതി തിരുവങ്ങാടി ചേരുകയാണ്. അന്നേരം അവിടുത്തെ സ്കൂൾ ചെറിയ സ്കൂളായിരുന്നു. അന്ന് ചെറിയ സ്കൂളാണ്. അന്ന് അത്രയും ആൾക്കാർ, അന്ന് ഞങ്ങൾ പൊതുവെ 24 or 28 ആളേ ഉള്ളൂ അധ്യാപകന്മാർ, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് അത് ഏറ്റവും അധികം പിന്നെ എന്നെ സഹായിച്ചത് മൊഹിദ്ദീൻ കുഞ്ഞുമജി മജി. അപ്പോൾ എൻ്റെ ട്രെയിനിങ്ങിന് അവസരത്തിൽ മൂപ്പര എന്നെ സഹായിച്ചത്. മകൻ എന്നാ MK ഹാജി ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചിരിക്കും. സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. സാവിറ ഞാൻ അവിടെ പഠിക്കുന്ന ചേരുന്ന സമയത്ത് MK ഹാജിൻ്റെ മോൾ സഹീദ, എന്നാ അബ്ദുറഹ്മാൻ, 7ാം ക്ലാസ് പഠിക്കുന്ന ഇവളാണ് പിന്നെ സഹീദ. ആ കൂടുതലാണ് പിന്നെ മറ്റേ സൈനവ ജിഫ്രി, നസിയ മേത്തർ, അങ്ങനെ സുബൈദ ആ ജിഫ്രിക്കാരൊക്കെ. അതായത് പൊതുവെ ആ സ്കൂളിൻ്റെ സ്വഭാവം എന്താ വെച്ചാൽ OSLC എന്നാ പറയുക. അതായത് അവിടെ ക്ലാസ്സായത് കുട്ടി പിന്നെ LP സ്കൂൾ അറബിക്ക് ഭാഷാവാം. അതാണ് അന്നത്തെ നിയമം. അപ്പോൾ എന്താ വെച്ചാൽ മീഡിയം മലയാളമാണെങ്കിലും എന്നാ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും ഒക്കെ അറബിയാണ്. നിങ്ങൾ എല്ലാ വർഷവും അവിടെ സംഭാവന കൊടുക്കാൻ പോകാറുണ്ട്? എല്ലാം കൊടുക്കാറുണ്ട്. എന്നോട് ചോദിക്കാറില്ല, ചോദിക്കാണെന്ന് ഞാൻ കൊടുക്കില്ല. 1 day സാലറിയാണ് ഞാൻ അന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അന്നങ്ങനെയാണ് കൊടുക്കുക. പിന്നെ ഈ നമ്മൾ ഇവിടുത്തെ സംഭാവന വെജിറ്റേറിയനാണ് നമ്മൾ. അവിടെ എത്തിയ ഞാൻ നോണായി. അങ്ങനെ അവിടുത്തെ പരിസ്ഥിതി അങ്ങനെയാണ്. പിന്നെ നല്ല ആൾക്കാരാണ് അവിടുത്തെ ആൾക്കാരൊക്കെ. ഇപ്പോഴും എന്നെ അവർ എന്നാ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴും വിളിക്കാറുണ്ട്. സിൽവർ ജൂബിലി എന്നാ മറ്റേ മിലേനിയം പരിപാടി അതിനൊക്കെ വിളിക്കാറുണ്ട്. അതിനൊക്കെ ഞാൻ പോകാറുണ്ട്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട നമ്മളായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി കാണാറുണ്ട്. മരിച്ചാൽ പോകാറുണ്ട്. ഒക്കെ ഉണ്ട്. ഇപ്പോഴും ഞാനിപ്പോൾ 2 കൊല്ലമായിട്ട് ഇപ്പോൾ എന്നാ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷമുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ 2 കൊല്ലമായിട്ട് അപ്പോൾ അത് ഞാൻ എന്താ വെച്ചാൽ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം കുറച്ച് പൈസ ഉള്ള കാര്യം. അപ്പോൾ ഞാനത് അവിടെ കൊടുത്തു. ഞാനത് റിപ്പോർട്ട് അയച്ചു തരും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് തരും. അപ്പോൾ എന്നോട് ഇപ്പോഴും അവർ പറയുന്നുണ്ട്. ഇപ്പോൾ സലാമടക്കം, സലാമിന് ഞാൻ ട്യൂഷൻ കൊടുത്തിട്ടുണ്ട്, ഹിന്ദി ട്യൂഷൻ, PMS സലാം. ഇപ്പോഴും നല്ല ഇപ്പോൾ പെരുന്നാൾ നന്നായി മിന്നാന്നൊക്കെ വിളിച്ച് സംസാരിച്ച വിളിച്ചാൽ അഥവാ എടുത്തില്ലേ ഇങ്ങോട്ട് വിളിക്കും. ബാവ ആശംസകൾ. അപ്പോൾ ഇന്നലെ അപ്പോൾ പിന്നെ നേരത്തെ രാവിലെയാണ് വിളിച്ചത്. ബാവ ഇപ്പോൾ സുഖമില്ലാണ്ടായി അതെങ്ങനെയൊക്കെ പറഞ്ഞു. ബാവയല്ല, മറ്റേ ഇയാളുണ്ടല്ലോ കുഞ്ഞമ്മത് സമതുമായി 2 അപകടമുള്ളപ്പോൾ ഞാൻ ഉണ്ട് അവിടെ. അന്ന് സമത് തന്നെ വല്ലാത്ത സ്ഥാനമാണ്. നല്ല മനുഷ്യനാണ്, നല്ല ബോഡിയാണ്, നല്ല കളിക്കാരനാണ്. സ്കൂൾ വന്ന് ഞങ്ങളുടെ സ്റ്റാഫ് റൂമിൽ വന്നിരിക്കുകയായിരുന്നു അപകടം പറ്റിയതിന് ശേഷം. അതുവരെ വരുന്നില്ല, വൈകുന്നേരം കളിക്കാൻ വരും. പിന്നെ അവിടുത്തെ ടൂർണമെന്റിന്റെ പേര് MK സമത് മെമ്മോറിയൽ ടൂർണമെന്റ് ആക്കി. അതെ ടൂർണമെന്റ്. അതെ, അവന്റെ ആരോഗ്യം കൊണ്ടാണ് ജയിച്ച് രക്ഷപ്പെട്ട്. അതെന്താ വെച്ചാൽ ആദ്യം കാറെടുത്ത് വന്നപ്പം പെട്രോൾ സമരമാണ്, മൂപ്പര തടഞ്ഞു വെച്ചു, കൊഴക്കാട് മടങ്ങിപ്പോയി. 2ാമത് വണ്ടി എടുത്ത് ബുള്ളറ്റ് എടുത്ത് വന്ന അതിന് തിരിഞ്ഞു നോക്കാൻ, ആ തിരിഞ്ഞു നോക്കാൻ മാളികക്കാരെ പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, ആ ലോറി റിവേഴ്സ് എടുക്കുമ്പോൾ ആ ലോറിന്റെ മൂലക്ക് അടിക്കുന്നു, 2 കഷ്ണായിട്ട്. പിടിച്ചു നിന്ന് എൻ്റെ മെഡിക്കൽ കോളേജിൽ 16-ാം വാർഡില്ല. അന്ന് MK ഭാഷണ മന്ത്രി. അപ്പോൾ മൂപ്പര് പറഞ്ഞിങ്ങനെ അന്നിങ്ങനെ പറഞ്ഞാണ് മദ്രാസിൻ്റെ ട്രീറ്റ്മെൻ്റ് ആക്കാൻ നമുക്ക് അന്ന് വേണ്ട ഇവിടുത്തെ തന്നെ മതി തന്നെ MK ഹാജി. പക്ഷെ പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ സൂക്കടൊക്കെ വേദിയായി. എന്നാലും പിന്നെ എന്താ വെച്ചാൽ ആ ഓർമ്മയ്ക്കൊരു പിന്നെ സാധാരണ ഇല്ലാത്ത രോഗിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ വളരെ സൗഹൃദമാണ്. പിന്നെ ആദ്യത്തെ ഭാര്യ അങ്ങ് ഒഴിവായി പോയി മരിച്ചതിന് ശേഷം. അല്ല വേറെ വീടുണ്ടെങ്കിലും ആദ്യത്തെ ഭാര്യ ഒഴിവായി. പിന്നെ 2ാമത് കല്യാണം കഴിച്ചാൽ അബ്ദുസമ്മദ് ആദ്യത്തെ ഒഴിവായി പോയി, 2ാമത്തെ പിന്നെ കഴിച്ചത്.
മകളെ കെട്ടിച്ച ഇവിടെയാണല്ലോ പേര് അബ്ദുറഹ്മാൻ. രണ്ടാമത്തെ ചെറിയ മോള്, ചെറിയ മോള്, ഏറ്റവും ചെറിയ ആളാണ്. അങ്ങനെയാ ഈ ഇത് വന്ന സമയത്ത് എം കെക്ക് എത്ര കുട്ടികളായിരുന്നു? എം കെക്ക് എത്ര കുട്ടികളായിരുന്നു? എം കെക്ക് 5-6 കുട്ടികളുണ്ട്. ഒന്ന് പിന്നെ ഡോക്ടർ ഇ.കെയുടെ ഭാര്യ, പിന്നെ എൻ വി അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഭാര്യ, പിന്നെ ഡോക്ടർ മജീദ് സാഹിബിൻ്റെ ഭാര്യ, പിന്നെ എ വി അബ്ദുൽ സാഹിബിൻ്റെ ഭാര്യ, സഹീദുണ്ട് ഒന്നും ഇവിടെ ഉള്ളത്. പിന്നെ നമ്മളെ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഭാര്യ ഫലക്കി, മൂത്തത് ഓളാന്ന് എനിക്ക് തോന്നുന്നു. മൂത്തതാ. അബ്ദുള്ളാന്റെ കല്യാണത്തിന് എത്തിയാഖാനൊക്കെ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അന്ന് ബിരിയാണി അല്ല, അന്ന് എത്തിമകാലൊക്കെ നല്ല ഈ എത്തിമഖാന വലുതാക്കി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പിന്നെ ഒരു മുതലാളി ചോദിച്ചിരുന്നറിയോ, ഈ എത്തിയും കുട്ടിയൊക്കെ ഇതിനാ താജ്മഹൽ. അപ്പം മൂപ്പര് പറഞ്ഞു നമ്മൾ താമസിക്കുന്ന വീട് പോലെ അതിനേക്കാളും വലുത് എത്തിയും കുട്ടിയൊക്കെ മൂപ്പര് എത്തിങ്കാന. മൂപ്പര് വേറെ കാണിച്ചോ, ഈ എം കെ ജി എന്നാല് നിസ്കരിക്കാൻ ആ സ്കൂളിൻ്റെ അതിലൂടെ പോവുക. മൂപ്പര് വീട് തൊട്ടപ്പുറത്താണ്. മൂപ്പര് അതിലൂടെ പോകുന്നുണ്ടാവില്ലല്ലോ, വരുന്നുണ്ട് പറഞ്ഞാൽ കാമൻ കൊറ്റായി ഒറ്റ ആളും ശബ്ദം ഉണ്ടാവില്ല, കുട്ടികളുടെ ശബ്ദമേ ഉണ്ടായില്ല. നല്ല ബഹുമാനം കണ്ടാല് അങ്ങനെ അധികം സംസാരിക്കുന്നില്ല. പിന്നെ എന്താ ചെറിയൊരു ദേഷ്യം വരും. തെറ്റ് കണ്ടാൽ അപ്പൊ ആ കുഞ്ഞാലിക്ക് അങ്ങനെ കുഞ്ഞാലി സാഹിബ് ഉണ്ടല്ലോ, കുഞ്ഞാലിൻ്റെ ഒക്കെ ഒരാളാ. അപ്പോ ഞാൻ കേട്ടത് വിശ്വനാഥ മാഷ് ഉണ്ടായിരുന്നു അവിടെ, കാലപ്പറമ്പിൽ അല്ല കരിയാർപ്പൽ. വിശ്വനാഥ മാഷ് ഏതോ ഒരു കുട്ടീനെ വയലത്തിൽ നിന്ന് എന്തോ ചീത്ത പറയും, കുഞ്ഞാലിനാജിൻ്റെ പേരക്കുട്ടീനെ എന്തോ ഇതാക്കിയ സമയത്ത് ഇയാൾ ആൾക്കാരുടെ എഴുത്ത് ചീത്ത പറഞ്ഞു. അപ്പോൾ ഇത് തമാശ അറിയാമെന്ന് അറിയില്ല. ഏതായാലും അത് അങ്ങനെ പറഞ്ഞ സമയത്ത് നേരെ കുഞ്ഞാലിനാജി ആചാരെടുത്ത് എന്നാ വിശ്വനാഥ ചീത്ത അറിഞ്ഞാൽ ആൾക്കാരുടെ കുറവായി. ഇയാളിങ്ങനെ പറഞ്ഞു, ആചാരെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കുട്ടികളൊക്കെ പോയിട്ട് നമുക്ക് സംസാരിക്കാം, ആ സംഭവം ഞാൻ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വിടുന്നില്ല. അങ്ങനെ പറഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ എന്താ കാണിക്കാന്ന് വെച്ചു. വിശാലമായി ചോദിച്ചു, അടിച്ച് പല്ലാൻ തെപ്പിക്കാന്ന് അങ്ങനെ പറഞ്ഞു. അതോട് കുഞ്ഞാലാജിക്ക് വെറുപ്പിടിച്ചല്ലോ. അന്നേരം പോയി പഠിച്ചു. ഞാൻ ആചാര്യത്തിൽ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടാകും. അപ്പോൾ ആചാര്യാണ് ഉടനത്തെ മജീദിനെ വിളിച്ചു. അന്ന് കോളേജിലാണ് മജീദ്, എന്നാ അല്ല കോളേജല്ല ഈ സ്കൂൾ തന്നെയാണ്. വിളിച്ച് പറഞ്ഞിങ്ങനെ എന്നാ മജീദേ ആ വിശാലം മാഷോണ്ട് എന്നാ ഹസ്ബൻഡ് ഇതാളെന്നാണ്. അപ്പോൾ അസീസ് മാഷാണ് മാഷ്. അപ്പോൾ മൂപ്പരല്ല അങ്ങനെയാണ്. വൈകുന്നേരം ആയതിനു ശേഷം നല്ലൊരു 3 മണിയാകുമ്പോൾ ഈ നിസ്കാര സമയം ഉണ്ടല്ലോ, ആ സമയത്ത് അങ്ങോട്ട് അവിടെ ചെന്ന് ഇയാൾ ഉള്ളെടുക്കാന്നുണ്ട് ആചാര്യ. അപ്പോൾ അവിടെ ചെന്ന് അങ്ങനെ ആയിരത്തി പോകാൻ തന്നെ വളരെ ഇതായിട്ട് പോകുള്ളൂ ആൾക്കാർ. അങ്ങനെയൊക്കെ അങ്ങനെ പോയി എന്താ സീസയെന്ന് ചോദിച്ചല്ലേ ഇല്ല. അപ്പം അങ്ങനെ പറഞ്ഞു ഞാൻ വിശുദ്ധ പിന്നെ എന്താ വിഷയം സംഭവമാണെന്ന് പറഞ്ഞു മൂപ്പര്. അങ്ങനെയൊക്കെയാ സംഭവം ഉണ്ടാകുന്നത്. അന്നേരം തന്നെ മൂപ്പര് ഫോൺ എടുത്തുകൊണ്ടാണ് മജീദിനെ വിളിച്ചു പറഞ്ഞു ചീത്താർച്ചിലും സസ്പെൻസ് കൂടി പാടാതെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അത്രയും നിഷ്കളങ്കനായ ഈ ആചാര്യ സംഭവമാണത്. ആചാര്യ അങ്ങനത്തെ സംഭവം. അങ്ങനെ പല കാര്യം. അപ്പം ഈ കെ പി രാമൻ അവിടെ പഠിച്ചു, SLC പാസ്സായി, കോളേജിൽ ചേർന്നു. കുറവ് കോളേജ് കൊണ്ട് ചേർത്തു. അന്ന് കോളേജില്ല. കുറവ് കോളേജിൽ ചേർത്തപ്പോൾ കോളേജിൽ നിന്ന് മുപ്പർക്ക് വേണ്ട അതിലെത്ര ആയില്ല. അപ്പം TTC കഴിക്കുക നാടുണ്ട് SSM ഉണ്ടല്ലോ. TTC കഴിഞ്ഞപ്പോൾ ഭർത്താൻ ചേർന്ന് കണ്ട് അങ്ങനെ അവിടെ ചേർത്താ. പിന്നെ മറ്റേ ഇയാൾ ചടയല്ലേ മരിച്ചപ്പോഴാണ് പറഞ്ഞത് എൻ്റെ അടുത്തുണ്ട് ആള് എന്നിട്ട് കെ പി പിറ്റേന്ന് വന്ന് പറഞ്ഞാലേ രാമ അവിടെ നോമിനേഷൻ കൊടുക്കുന്നുണ്ട് മഞ്ചേരി. അങ്ങനെയാ കൊടുക്കുന്നത്. 2 പ്രാവശ്യം മുപ്പത് MLA ആയി. പിന്നെ PSC മെമ്പറായി കിട്ടി. അവിടെ പഠിച്ചാണല്ലോ. അവിടെ പഠിച്ചാണ്. അവിടെ ഉള്ള മെച്ചം എന്താ വെച്ചാൽ അവിടെ ഉള്ള നല്ലൊരു ടീമാണ്. അപ്പൊ കുഞ്ഞാതാക്ക ബെസ്റ്റ് CH പ്രസ്, പിന്നെ ബിലാമാജി മൂപ്പരേട്ടുണ്ട്, പിന്നെ കാരാട് ഇങ്ങനെ കുറച്ച് ബീച്ച് മണ്ണിൽ പോമാജി സലാമിന്റെ പാപ്പ.
അങ്ങനെ ഒരു നല്ല ടീമാണ്. നല്ല ടീമാണ്. മജീദ് ഖാന്റെ അഞ്ച് അലിമാഷുള്ളപ്പോൾ ഉണ്ടാവുമല്ലോ. ഉണ്ട്. മജീദ് ഞാൻ ഒരേ ഇത് തന്നെയാണ്. അത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വളരെ വിശുദ്ധരായ കുറെ ആൾക്കാർ നല്ല ഇതായി. പിന്നെ അവിടെ ഒരു ഭിന്നിപ്പ് വന്നപ്പോഴാച്ചാൽ ഭിന്നിപ്പല്ല, ഒരു ഇത് വന്ന സമരം വന്നിരുന്നു. എല്ലാവരും കൂടി സമരം ചെയ്തല്ലോ. എല്ലാവരും കൂടി സമരം ചെയ്ത സമയത്ത് യാതൊരു നിർദ്ദേശമില്ല. അന്ന് ഇടവയ്ക്കലും മുഹമ്മദ് മാഷ് ഉണ്ട്. ഈ മുഹമ്മദ് ഉണ്ടല്ലോ മലപ്പുറം. ഈ മുഹമ്മദ് മാഷ സാധാരണ മാനേജ്മെന്റ് കമ്മിറ്റിന്റെ ആൾക്കാർക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോരും. പോയി അടുക്ക കരാട് മുഹമ്മദിന്റെ വീടിയെ പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു നേരിടാനുള്ള പരിപാടി ഒന്നുമില്ല. പ്രസ് പോയി, അവിടെയില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെല്ലാം കൂടി അങ്ങ് സമരം ചെയ്യാൻ നോക്കി. എൻ്റെ 22 ആളാണ്. 22 ആളാണ് മാഷന്മാർ. അപ്പോൾ കുഞ്ഞിത്തേന് മാഷുണ്ട്. മാഷ് കുഞ്ഞിത്തേനാണ് മാഷ്. അപ്പോൾ മൂപ്പര് ആഴ്ച 3 ദിവസമേ വരൂ. അങ്ങനെ മൂപ്പര് വരും. അത് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കും. ടീച്ചറാണ് ഫസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെയായി. പിന്നെ പിറ്റേന്നുണ്ട് വരുന്ന്. അപ്പോൾ സമരം ചെയ്ത എല്ലാവരും പോയി. താക്കോലങ്ങും ഇയാളും കൊടുത്തു. മെനേരെ കൊടുത്തേക്കും. ആര് കുഞ്ഞത്തേന് മാഷ്. നാട് കൊടുത്താടി എല്ലാവരും ആണ്ട് പോയി. എല്ലാവരും സമരം കൈ ഇങ്ങനെ വെച്ചിട്ട്. അപ്പൊ പിറ്റേന്ന് എന്താ വെച്ചാൽ പിന്നെ വന്നേ എത്തിങ്ങാണ്ട് സമരോ അങ്ങനെ പാടില്ലല്ലോ പറഞ്ഞു വരും ചർച്ച ചെയ്തു. കാരണം തന്നെ എല്ലാവരും. അപ്പോൾ സത്യം പറയാച്ചാൽ വല്ല മുൻകൂട്ടി പറഞ്ഞാൽ മതി ചെയ്താലോ, അല്ല അതിനും വേണ്ടി ചെയ്യില്ല. എന്ത് കമ്മ്യൂണിസ്റ്റ് തരാൻ ചെയ്യില്ല. KPT ഒക്കെ ഉണ്ടാടാ. അന്ന് കമ്മ്യൂണിസ്റ്റ് സംഘടന ഒക്കെ ഉണ്ട്. പക്ഷെ മെമ്പർഷിപ്പ് നല്ല സമരത്തിന് കാര്യമില്ല, പരിപാടിയില്ല. അങ്ങനെയായി. എന്തിനാ സമരം ചെയ്യാൻ കാരണം? DA കിട്ടാൻ വേണ്ടി. അന്ന് ഇവരാണ് ഭരിക്കുന്നത്. കാരണം ഇവിടെ കർണാടനല്ലേ ചീഫ്. അങ്ങനെ അപ്പം എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ പിന്നെ അങ്ങനെ 14 ദിവസം നീണ്ടിട്ടുണ്ട് സമരം. മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങ് നിർത്തിക്കാനല്ലോ. പെട്ടെന്ന് നിർത്തിയതാ. അപ്പം ഭരണകാലം പോയാൽ പിന്നെ പോയില്ലേ. പിന്നെ ചെറിയ പാസ്സായി കിട്ടി. ചെറിയൊരു DA കൊടുക്കാന്ന് പറഞ്ഞു, സംഭാഷണത്തിൽ തരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങ് നിർത്തി. എന്തെങ്കിലും ആക്കി ഓരോരുത്തരായിട്ട് എന്ത് ചോദിച്ചാൽ പിന്നെ ഒപ്പിട്ട് തുടങ്ങി. ഒപ്പിട്ട് 14 ആയി. 28 ആളാണ്. 14 അങ്ങനെ. അപ്പം ഞാൻ ഇങ്ങേപ്പുറത്ത് ടൈപ്പ് അല്ല 2 വകുപ്പ് ടൈപ്പ് ഒപ്പ് ഇടാത്ത രാജ്ഞകളിൽ അത് ഓരോരുത്തർ വന്ന് പിന്നെ അങ്ങനെ സാധനം പിൻവലിക്കാന്ന്. അപ്പോൾ കുറേ കാലം സമരം ചെയ്തിട്ട് പിൻവലിക്കാച്ചാൽ അതും ഒരു മോശമല്ലേ. അപ്പം ഞാൻ അങ്ങോട്ട് പോയതേ ഇല്ല. ഞാൻ ഇവിടെ കുത്തിരുന്നു. ഞാൻ ഇതിനാടി പോയതേ ഇല്ല. സമരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് പോയത്. അപ്പോൾ അതിൻ്റെ പേരിൽ ലേശം മജീദ് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നോട്. ഞാനിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ ആയിപ്പോയല്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇതായി. പിന്നെ 74 ഞാൻ ഫുൾ ടൈം ആയി. 4 കൊല്ലം പാർട്ട് ടൈം ആയിട്ട് 64, 72, 74 പോസ്റ്റ് ഉണ്ടാക്കിയില്ല. കോളേജിന്റെ ശ്രദ്ധയായി. കോളേജിന് ബിൽഡിംഗ് ഉണ്ടാക്കണം. ആ ശ്രദ്ധയിലായി. അതിപ്പം സ്കൂൾ നോക്കണ്ടല്ലോ. സ്കൂൾ എത്തിങ്ങാനുള്ള കുട്ടികളാണ് 60-65 കുട്ടി. എൻ്റെ പുറമുള്ളതിൽ എടുക്കും. ഈ എത്തിങ്ങാലിന് അതേ ഈ ഇതൊക്കെ ഇട്ടിട്ട് വേണം, ഹിജാബ് ഇട്ടിട്ട് വേണം സ്കൂൾ വരിക. വേറെ ഒരു വർത്താനം സമ്മതിക്കില്ല. അവിടുന്ന് ടീച്ചറെ പോയിട്ട് ഇവിടെ ഹിജാബില്ലാത്ത അപ്പൊ അവിടെ പോയിട്ട് പറഞ്ഞേ ഇതുണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതി. ആ ദേശം ഒന്ന് വൈകിട്ട് വെച്ച് നോക്കി. അത് സമ്മതിക്കാം. അന്ന് മൂപ്പരുണ്ടല്ലോ അജാനുണ്ടെന്ന്. അത് സമ്മതിക്കില്ല. അല്ല ഓരോ സ്ഥലത്തും ആചാരം പറയുന്നത് വെച്ചാല് മുസ്ലിങ്ങളുടെ വേഷത്തില് അല്ലാത്തവർക്ക് അത് മറ്റവരെ കൊടുക്കുന്നില്ല. മുസ്ലിം അല്ല കൊടുക്കണ്ടെന്ന് പറയുന്നില്ല. 5 വയസ്സും കൊടുക്കാണ്ട് കോളേജിൽ അഡ്മിഷൻ കൊടുക്കാതെ ഇപ്പോഴും ഇല്ല. ഒരു കാഞ്ചന ടീച്ചറെ പഠിപ്പിച്ചില്ല. കാഞ്ചന ടീച്ചർ അന്ന് സിനിമാളികളമാരി വരിക. മുസ്ലിങ്ങളെ ഒന്നും പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു പ്രശ്നമല്ല. അതുപോലെ അഭിപ്രായം പോലെ ചെയ്യട്ടെ. ഓല മതം ആ രൂപത്തിലാണ് നിലപാട്. പിന്നെന്താ വെച്ചാല് അത് അങ്ങനെയായി. പിന്നെ അത് പോസ്റ്റാക്കിയ ശേഷമാണ് ഞാൻ ഫുൾ ടൈം ആയത്. പിന്നെയാണ് അവിടെ കോളേജിന്റെ പ്രശ്നം വരുന്നത്. കോളേജിൽ ഡിഗ്രി ക്ലാസ് തുടങ്ങണമെങ്കിൽ പ്രൊഫസർ വേണം. അപ്പോൾ ടി സാറുണ്ട് ഫറൂഖ് കോളേജിൽ. അപ്പോൾ മൂപ്പരെ തൊട്ടതായാണ് ലത്തീഫ് സാറ്. അപ്പോൾ ലത്തീഫ് സാറോട് പറഞ്ഞു നിങ്ങളവിടെ പ്രൊഫസറായിട്ട് വരണം. അമ്മൂട്ടി സാഹിബ് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിൻസിപ്പാളാക്കാന്നോ ഒരു പറഞ്ഞ്. അപ്പോൾ അയാളെ വെച്ചാൽ എൻ്റെ ഭാര്യയും കൂടി സീറ്റ് അവിടെ വന്നു. ടീച്ചർക്ക് സീറ്റ് കൊടുക്കുക. അപ്പോൾ ചാക്കോ മാഷോട് പറഞ്ഞിങ്ങനെ എന്നാ നിങ്ങൾ അങ്ങോട്ട് പേരാമ്പ്രയ്ക്ക് പോകാൻ തയ്യാറുണ്ടോ, നിങ്ങളെ ഭാര്യയ്ക്കും അവിടെ പോസ്റ്റ് ചെയ്യാത്തില്ല, നിങ്ങൾ അങ്ങോട്ട് പോകണം തന്നെ. അപ്പോൾ ചാക്കോ ആണ് എൻ്റെ ഡിയറസ്റ്റാണ്.
അപ്പോൾ ചാക്കോ എന്നോട് പറഞ്ഞു വൈകുന്നേരം വന്നിട്ട് ലോഡ്ജിൽ എടോ നിനക്ക് എൻ്റെ നാട്ടിലേക്കൊരു ചാൻസ് ഉണ്ട്, ഇങ്ങനെ ഒരു ചോയ്സ് ട്രെയിനിങ് എങ്ങനെ കഴിക്കണം ഒരു കൊല്ലം കൊണ്ട്. അപ്പോൾ മൂപ്പർ പറഞ്ഞു ഒരു കൊല്ലം ആകുമ്പോഴേക്കല്ലേ വേണ്ടു, അന്നേരം ആലോചിച്ച് പറയാമെന്നാണ്. അപ്പോൾ ആ സമയത്താണ് ചാക്കോ എന്നോട് ഇത് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ എന്താ വെച്ചാൽ അന്നേരം അന്നൊന്നും പ്രൈവറ്റ് സ്കൂൾ കിട്ടിയില്ല, ഡെപ്യൂട്ടേഷൻ കൊടുക്കില്ല, 6 കൊല്ലം 7 കൊല്ലം ഒക്കെ വേണം. അപ്പോൾ 5.5 കൊല്ലം വരെ ഉള്ളവർ കൊടുത്തിരിക്കും, 5-25 വരെ. അപ്പം ഞാൻ ഇപ്പം കുഞ്ഞുമതി മൊഴിയോട് പറഞ്ഞു ഇങ്ങനെ മൊഴി എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒന്ന് കിട്ടിയാൽ ട്രെയിനിങ്ങിന് കിട്ടിയ സൗകര്യമാണ് അവന് ചെയ്യാൻ തന്നു, അത് നമുക്ക് പൊയ്ക്കലാണ്. അങ്ങനെ അന്ന് ഇതാക്കി അവസ്ഥയാണ്. ഞാനും മൂപ്പരോടി രാവിലെ തന്നെ അവിടെ പോയി ചെറുപൂർ പോയി ബംഗ്ലാവ് പോയി വിവരങ്ങളൊക്കെ പറഞ്ഞു ക്ലാസ്സൊക്കെ കൊടുത്തു. അപ്പോൾ പറഞ്ഞിങ്ങനെ എന്നാ ഇത് കഴിഞ്ഞോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചെറിയൊരു ഇത് പറഞ്ഞു, പോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. കഴിഞ്ഞിക്ക് പോലെ എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ഇതാക്കിയ ശേഷം പിന്നെ അങ്ങ് ചായ ഉണ്ടാക്കി. പ്രശ്നമില്ല, നിങ്ങളിപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കണ്ട. അല്ല നിങ്ങളെക്കൊണ്ട് ഞാൻ ഉണ്ടാക്കിയാൽ അങ്ങനെയായി. പിന്നെ രാവിലെ പോയി വിവരങ്ങളൊക്കെ പറഞ്ഞ് അത് ശരിയാക്കാമെന്നും പറഞ്ഞു. അന്ന് മറ്റേ ഒരു ഉമ്മറുണ്ട് വേങ്ങനക്കാർ പഞ്ചായത്തിൽ, അങ്ങനെ ഒരു ഇയാളുടെ സ്റ്റാഫാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ആറ് പോന്നു. ഞാൻ നേരിട്ട് ഇതിൻ്റെ ഒരു അനക്കമില്ല, ആടെ ക്ലാസ് തുടങ്ങുകയും ചെയ്തു. ഞാൻ പറഞ്ഞിങ്ങനെയാണ് വിഷയം, എന്താ ഇപ്പോൾ ചെയ്യാന്ന് വെച്ചു. ഞാൻ ഒന്ന് പോയി എത്താൻ. അപ്പോൾ എനിക്ക് ആടുന്ന് ഇങ്ങനെ കത്ത് കിട്ടും, അവിടെ ഒഴിവുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച 2 ആൾക്കാർ കിട്ടി. അപ്പോൾ ഗവൺമെൻറ് സർവീസുകാർ അവിടെയൊക്കെ. അങ്ങനെയായി ഞാൻ രണ്ടാമത് മൂപ്പരോട് പറഞ്ഞത് ഇങ്ങനെ ഉണ്ട്, അവിടെ ഒഴിവുണ്ട്, പിന്നെ എനിക്ക് ചെയ്യാൻ തന്നെ. രണ്ടാമത് നിങ്ങൾ വരണ്ട, ഞാൻ പോയിക്കൊണ്ടു. ഞാൻ ആ അപേക്ഷ മൗലിയെ കൊടുത്തു. മൗലി വേങ്ങയിൽ പോയി ജുമാക്ക് അവിടെ പോയി വെള്ളിയാഴ്ച. അപ്പോൾ ഒരുമിച്ച് പള്ളിയിൽ ഉണ്ടാക്കല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളാ മാഷൊക്കെ ശരിയായിക്കില്ലല്ലോ എന്ന്. അപ്പോൾ നല്ല ഇതാണ് സോ. അന്നേരം മൂപ്പരെന്ത് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടോ, ഒഴിവുണ്ടില്ലേന്ന് വെച്ചു. ഉണ്ട്. അങ്ങനെ അയാൾ മൂപ്പരങ്ങോട്ട് ഡെപ്യൂട്ടി ചെയ്യാൻ പറഞ്ഞു. വളരെ എനിക്ക് ഡെപ്യൂട്ടേഷന് ഒറ്റ സീറ്റ് കാര്യമൊക്കെ ഇടാൻ പാടില്ല, വേക്കൻ്റ് ആക്കാനേ പാടില്ല. അപ്പോൾ ഡെപ്യൂട്ടേഷൻ ഒഴിവാ. മറ്റേ പബ്ലിക് ജനറൽ സീറ്റൊക്കെ 160 സീറ്റാകെ, അതിൽ ജനറൽ സീറ്റൊക്കെ ഫുള്ളാണ്. ഈ ഡെപ്യൂട്ടേഷൻ കൊടുക്കും, ഒരു പൈസ വാങ്ങിയിട്ട് വിടുക. അങ്ങനെ അവിടെ പോയാൽ കിട്ടും, DPI പോയാൽ കിട്ടും. ഞാൻ പൈസ കൊടുത്ത് പോവാണെങ്കിൽ അതിനെനിക്ക് താല്പര്യമില്ല. അങ്ങനെ ആടെ ചെന്ന്. അപ്പോൾ ഞാൻ ആടെ എൻ്റെ ഏട്ടൻ വർക്ക് ചെയ്തപ്പോൾ ഞാൻ ആടെ കണ്ട് ആദ്യം പറഞ്ഞേക്ക്. ഞാൻ ചാക്കാൻപൊടി പോയപ്പോൾ അവിടെ പോയിട്ട് പറഞ്ഞിങ്ങനെ നമ്പീശൻ സാറിന് അനിയല്ലേ ശരിയായി തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുപോലെ അവഗണിച്ചാൽ എന്നാൽ ഞാനിത് അപേക്ഷ കൊടുത്തതിന് ഓൾ എന്നോട് മുന്നോട്ട് വെച്ചു. എന്നതിന് കിട്ടിയില്ല. അപ്പോൾ ഇയാളിത് ഏർപ്പാടാക്കിയ ഞാൻ അറിയില്ല. ഞാൻ ജൂലൈ 30 ഞാൻ ഇവിടുന്ന് പോയി. വാണ്ടി പോയി അവിടെ ചെന്ന് പിന്നെ അന്ന് അവക്കാട്ടിയായിരിക്കും ചാക്കിരിക്കും അത് കത്ത് മൂപ്പര് വന്നു നിയമതി മതി. അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവാണ് അടിയോടീൻ്റെ പിയ. മൂപ്പരടുത്ത് പോയി പിന്നെ കുടിയെല്ലാം ആടുന്ന് കഴിച്ചു. അത് അവിടെ ചെന്ന് സെക്രട്ടറിയേറ്റ് പോയി. അപ്പോൾ ഉമ്മർ വെച്ച് എന്തിനാ വന്ന്? ഞാൻ പറഞ്ഞ് ഇങ്ങനെ കിട്ടിയില്ല. അത് ശരിയാക്കിയില്ല എന്നാണ്. അല്ല ഏതായാലും നമ്മൾ പോകാൻ. ഞാൻ പറഞ്ഞ ആടെ കിട്ടണ്ടേ കള്ളാത്. അങ്ങനെ ആടെ പോയി മീരാ സാഹിബാണ്. വേഗം കഴിഞ്ഞു. ഒരാളെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നുണ്ട്, ചെങ്കുണ്ണി തിരുവരങ്ങാടി മലപ്പുറം, നിങ്ങളങ്ങോട്ട് പോയിക്കോടിയാണ്. എന്തേലും വിഷമുണ്ട് എങ്ങും വിളിച്ചാൽ മതിയാണ്. അങ്ങനെ ഞാനാട്ട് പോവുക. അങ്ങനെ ഞാനാടെ പോയൊന്ന് ഇങ്ങനെ കറങ്ങി അടുത്ത DAPS കയറി. അപ്പോൾ ഇമ്മള് ഇവിടുത്തെ ആദ്യമുള്ള പവറൊന്നും ആടില്ല, DAPS കയറി. അപ്പോൾ ആടെ ചെന്നാൽ തന്നെ എന്നാ സാറേ വന്നതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആവശ്യം അറിയാൻ വേണ്ടി വന്നതാണ്. സാറാ ആ ഫയലൊക്കെ നോക്കിക്കൊടുക്കണം. ആരൊരു ഫയൽ വെച്ചിട്ട് അതെടുത്ത് നോക്കാൻ പറഞ്ഞു. അതെടുത്ത് നോക്കാം. തപാലിൽ വന്ന ആ തപാലിൽ നമ്മുടെ പേരുണ്ട് 8 ആളാണ് എനിക്ക്, 8 ആൾക്കാർ ഡെപ്യൂട്ടേഷൻ. അങ്ങനെ ഞാനാണ് വേഗം പിന്നെ രണ്ടാമത് 3 മണിക്ക് ആടെ കയറണമല്ലോ. 3 മണിക്ക് DPI കയറണം. അവിടെ കയറി ചിത്രം പോയ അത് ഞാൻ ചോദ്യമൊക്കെ ഭയങ്കര എന്താ വന്നതെന്ന് ആദ്യം ചോദ്യം. ഞാൻ പറഞ്ഞങ്ങനെ അന്വേഷിക്കാം. അപ്പോൾ എത്ര സർവീസ് ഉണ്ട്, ഏത് സ്കൂളാണെന്ന് ചോദിച്ചു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് പ്രൈവറ്റ് സ്കൂളാണെന്നാ ചോദ്യം. പ്രൈവറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സെലക്ഷൻ ഇല്ല എന്ന് ഞാൻ അതിനോട് പറഞ്ഞാൽ ഇങ്ങനെ സെലക്ഷൻ ഇല്ല. അപ്പം ഞാനങ്ങനെ സംശയിച്ചാൽ നിന്നു. എന്താ നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞിങ്ങനെ സെലക്ഷൻ കിട്ടിയെന്നുള്ള ന്യൂസ് കിട്ടിയിട്ടാണ് വന്നതെന്നാണ്. ഞാനിത് കണ്ടിരിക്കുന്നല്ലോ. അപ്പോൾ അതുപോലെ റിലീസാക്കിയില്ല.
ഓഫീസ് കാര്യം കഴിഞ്ഞ് ആരാന്ന് ചോദിച്ചു. ഉം. അപ്പോൾ ഞാൻ പറഞ്ഞു മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വരുന്നതെന്ന്. ആ പിന്നെ നമുക്കതിൽ മുപ്പത് മേലെയാണ് മിനിസ്റ്റർ. മനസ്സിലായി. അപ്പം നമുക്ക് ലേശം ഒരു തട്ടോപ്പിച്ച് നമുക്ക് തോന്നിയല്ലോ. അപ്പോൾ അയാൾ എന്താ പേരെന്ന് ചോദിച്ചു. അത് ആളെ എഴുതി വെച്ചിക്കാളാ. അയാളാ വെച്ച് ഇതിൻ്റെ പേടല്ലേ എന്നെ കൊണ്ട് ചോദിക്കും ശങ്കുണ്ടി ഇറങ്ങാനിട്ട് നോക്കുന്നുണ്ട്. ഞാൻ പേര് പറയുമ്പോൾ എന്നാൽ ഞാൻ ബെല്ലടിച്ച് ഫ്യൂണിനെ വിട്ട് എൻ്റെ കൂടെ വിട്ട് സെക്ഷനിൽ പോയി. ആള് പിന്നെ നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്താൽ ഞങ്ങൾക്കെതിരെ ഞാൻ പറഞ്ഞ കംപ്ലയിൻറ്റ് കൊടുക്കണ്ടേ. നിങ്ങൾ എന്തായാലും പറഞ്ഞ് നഗര അംബീഷൻ സാറിൻ്റെ അനിയനിലേക്ക് തരാമെന്ന് പറഞ്ഞല്ലേ. അപ്പം അങ്ങനെ ചെയ്യണം. നാളെ ഇങ്ങനെ കാണുന്ന സർവീസിൽ കുറഞ്ഞാൽ കൊടുത്ത് അത് ജവാൻ്റെ കെയർ ഓഫിൽ. ഞാൻ പറഞ്ഞ ഏതായാലും ഒഴിവുണ്ടല്ലോ എന്നും പറഞ്ഞ് ആ ഓർഡർ തരാൻ പറഞ്ഞു. അപ്പോൾ ഓർഡർ പറഞ്ഞു ഓർഡർ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ പോയിക്കോളാം. ഞാൻ നേരെ രണ്ടാം കയറി ഡയറക്ടർ എടുത്ത് എക്സൈസ് മിസ്സാന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. നമ്മൾ തിരുവനങ്ങാടി ഒരു കുഗ്രാമാണ്. അവിടെ പോസ്റ്റലായിട്ട് എത്താൻ താമസം പിടിക്കും. സ്കൂൾ പൂട്ടുകയാണ്. നോമ്പിന് പൂട്ടും. സെപ്റ്റംബർ 5 സ്കൂൾ പൂട്ടുക അന്ന്. അതുകൊണ്ട് അതിൻ്റെ കോപ്പി കിട്ടിയാൽ തിരക്കുണ്ടാന്ന് പറഞ്ഞു. അവിടെ ഇരുന്നോളൂ. അവിടെ ഇരുന്ന് 10 മിനിറ്റ് കൊണ്ട് ഓർഡർ കിട്ടി. ഡിസ്ട്രിക്ട് തിരൂർ ഡിയോനാ ഓർഡർ. എനിക്ക് തരികയില്ലല്ലോ. അല്ല എനിക്ക് തരികയില്ല. ഞാനായി നേരെ ഏട്ടനെയും കണ്ട് ഞാൻ കോട്ടയം പറഞ്ഞ പോലും ചെയ്തു. അങ്ങനെ ഇവിടെ ബാലേന്ദ്രനാണ് സൂപ്രണ്ട്. നേരെ തിരൂർ കൊണ്ട് കൊടുത്തു. അല്ലാതെ തന്നെ ഓർഡർ ആയി തന്നു. അങ്ങനെ ഞാനിങ്ങ് പോരുക. ഇവിടെ വന്ന് അന്ന് മുഹമ്മദ് ദർശ ഈ സമരം കൊണ്ട് എന്തുണ്ടായിച്ച കുഞ്ഞിത്തേരി മാഷ പിടിച്ച് ട്രെയിൻ സ്കൂളിൽ കിട്ടു. ട്രെയിൻ സ്കൂളിൽ മോമാഷ പിടിച്ച് മോമാഷ തന്നെ വല്ലാസാന. പിന്നെ ട്രെയിനിങ് അപ്പോൾ ട്രെയിനിങ്ങിന് മുമ്പേ അത്. അപ്പോൾ 10 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് ആ സ്ഥലം വാങ്ങി കൊടുത്തയാളാ. ഞാള് സ്ഥലമാക്കിയാളാ. ഞാൻ അലിമാഷ് പിന്നെ എത്തിങ്ങാൻ്റെ വലിയ കുട്ടികളെല്ലാം കൂടിയാണ് ആളെ കൂട്ടി പറഞ്ഞ് കൈ വെച്ച് കൊടുത്തയാള്. എന്നിട്ട് ആ വീടുണ്ടാക്കി. അലിമാഷ് നല്ല കമ്പനിയായിരുന്നു. അപ്പം അലിമാഷ് ഞാൻ പിന്നെ വേറെ 2 മാഷന്മാരുണ്ട്. അതിൽ മാനേജ്മെൻറ്റിൽ ആച്ചാൽ മാനേജ്മെൻറ്റിൽ ലത്തീഫ് മാഷുണ്ട്. പിന്നെ മാനേജിൻ്റെ കൂടുതൽ MK പിന്നെ CH പിന്നെ ഇബ്രാഹിം ഹാജി കുഞ്ഞാദ് ഹാജി ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലാണ്. പിന്നെ കാനാടൻ ഔദ്യോഗിക അങ്ങനെ അതുണ്ട്. അങ്ങനെ നിൽക്കുക. ഔദ്യോഗിക ലീഗാണല്ലോ. ഔദ്യോഗിക ലീഗ് ജാക്കീരിയാണല്ലോ. അപ്പം അത് ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ കുഞ്ഞുമഞ്ഞുമാരെ ഇന്ത്യയാണ് യൂണിയൻ ലീഗിൻ്റെ. അതുകൊണ്ട് അയാളെ പിടിച്ച്. പക്ഷെ വേറെ കാണ്ട് അവിടെയും മറ്റൊന്നും ഇവിടെ നോക്കിയില്ല. 5 പൈസ എനിക്ക് ചെലവില്ല. കാറിൻ്റെ പൈസ കൊടുത്ത കുഞ്ഞുമഞ്ഞുമാരില്ല. നിങ്ങൾ പോയി കൊടുക്കുക. ഞാൻ കൊടുത്തോന്നാണ്. അത്രയും ശുദ്ധനായ വളരെ ശുദ്ധനായിരുന്നു. അതെ അതെ അതെ. കുഞ്ഞുമഞ്ഞുമൂലവി പിന്നെ രാവിലെ എനിക്ക് രാവിലെ ഇപ്പഴേ വീട്ടിൽ പോയി ക്ലാസ് എടുക്കും. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോകാൻ കാരണം അറിയോ? ക്ലാസ്സിന് വന്നാൽ ഇരിക്കാൻ പറയും. നല്ലൊരു ചായയും മുട്ടയും തരും. അപ്പം എന്ത് ചെയ്യൂ ചെറിയ നിൽക്കിച്ചിട്ട് ഞാൻ ക്ലാസ്സിന് വന്നാൽ അങ്ങോട്ട് പോകും. എന്താ അറിയോ ചായ പോയി കട്ടൻ ചായ എത്തിക്കാനുണ്ടാവുക. മൂപ്പരെ വീട്ടിൽ പോയി ചായ നല്ല പാൽ ചായ പെരുമാറ്റാണല്ലോ. ചെറുതാടി പോയാൽ ഞാൻ കുഞ്ഞുമതിൻ്റെ വീട്ടിൽ പോകും. കുഞ്ഞുമതിൻ്റെ വീട്ടിൽ പോയിട്ടേ പോകും. കുഞ്ഞുമതിൻ്റെ വീട്ടിൽ പോകും. MK മരിക്കുന്നതിൻ്റെ ഒരു ആഴ്ച മുമ്പ് ആരെയും ഓർമ്മയില്ല. ഞാൻ അസ്സലാമു അലൈക്കും എന്നാണ്. വാലൈക്കും അസ്സലാം. ഇബ്രാഹിമാണോ എന്ന് ചോദിച്ചു. അന്ന് ഓർമ്മ കിട്ടോ വേറെ ആരും ഓർമ്മയില്ല എന്നാണ്. അപ്പം ചെറുപ്പത്തിലേ കേട്ട ഓർമ്മ ശബ്ദത്തിൻ്റെ എന്നോട് പറഞ്ഞേ ഫാത്തിഹ ഒന്ന് പറയും. ഫാത്തിഹ ഓതാൻ പറഞ്ഞു. ഖുർആൻ ഓതാൻ പറഞ്ഞു. ഞാൻ ഓതി അൽഹംദുലില്ലാ എന്നാണ്. അപ്പം മൂപ്പർക്ക് ഓർമ്മകൾ കുറവാണ്. പക്ഷേ പഴയ വിദ്യാർത്ഥികൾ വന്നാൽ ഇഷ്ടമാണ്. പഴയ വിദ്യാർത്ഥികൾ വന്നാൽ മൂപ്പർക്ക് ഭയങ്കര. പിന്നെ വേറെ ഉണ്ട് അവിടെ അങ്ങനെ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത് അയാളുടെ മൂപ്പരൊരു ആത്മാവിഞ്ഞാട്ടോ. MK തന്നെ ഒരു ദൈവം തന്നെ പറയാം. വളരെ വിശുദ്ധനാണ്. വളരെ വിശുദ്ധനാണ്. വളരെ അങ്ങനെ കൊണ്ടുപോകാനാണ് പണി. അത് വലിയ സ്നേഹമായിരുന്നു. അതെ എല്ലാവരും മറ്റേ മക്കൾ നാളെ മക്കളാണ്. അതാണ് ഏറ്റത്. വീട്ടിലാ തുടങ്ങി കുട്ടികളെ അടിക്കാനും സമ്മതിക്കില്ല. മൂസേനൊക്കെ എത്ര ഈ തറയിൽ മൂസക്കല്ലേ മൂസക്ക് തന്നെ അടി കിട്ടിയ ആവശ്യമുണ്ട്. കുട്ടികളടിച്ചാലും മൂസ ഈ കിടന്ന വാടനല്ലേ വലിയ പവറല്ലേ മൂപ്പര്. അടിയിട്ടിലെ കുട്ടികളെ എന്തായാലും അടി കിട്ടണം. അതൊക്കെ ശരി തന്നെ. പിന്നെ
അപ്പം നിങ്ങൾ ഈ സമയത്ത് പിന്നെ അതിനുള്ളത് പിന്നെ കുഞ്ഞാത് കഴിക്കുക. കുഞ്ഞാത് കഴിയും അതുപോലെ തന്നെ ശുദ്ധനാ. അതിപ്പോൾ ഞാൻ മുറുമുരി പിന്നെ അതിന്റെ മുറുമുരി അവിടെ കുറച്ച് കാലം സ്ഥാപനം ഉണ്ടായാലും വലിയ പങ്ക് വെച്ച ആളാ. അതെ. പിന്നെ ഒരു കാര്യമില്ലേ, ഞാനും കൂടി പഠിച്ചു. സ്ഥാപനങ്ങളൊക്കെ ആയി ഒരുപാട് ഇപ്പോൾ എത്തിങ്ങാനെ കണ്ടിട്ടുണ്ട് ഇവിടെ. ഞാൻ വേറെ കൊടുത്താ മറ്റേ ഹൈസ്കൂളിൽ കണ്ടിട്ടാണ് ഞാൻ എടുത്തു ഗവൺമെന്റ് ഹൈസ്കൂൾ സീതർ ജൂബി. ഞാൻ അന്ന് നിന്നെ വിളിച്ചിരുന്നു. പിന്നെ രണ്ടാമത്തെ ആളങ്ങനെ തന്നെ. പിന്നെ എൻ്റെ ഹംസമാഷ ഈ ഹംസ ഇ കെ മുടി സാഹിബിൻ്റെ അളിയനാണ്. ഇ കെ മുടി സാഹിബിൻ്റെ പങ്കളാണ് മൂപ്പരെ ഭാര്യ. മൂപ്പര് മരിച്ചു. ഞാൻ പോയിനു. ഞാൻ പറഞ്ഞേ അവിടെ എന്തുണ്ടെങ്കിൽ ഞാൻ പോകും. ചെല്ലങ്ങാടി എന്തുണ്ടെങ്കിൽ ഞാൻ അന്നേരം അടിക്കും. ഇവിടെ എന്ത് പരിപാടി ഞാൻ ക്യാൻസലാക്കും. 6ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് പഠിക്കാൻ വന്നപ്പോഴേ ക്ലാസ് മാഷ് വന്ന് ആദ്യം എടുത്ത് പോയി. പിന്നെ മൂപ്പര വന്നേ എല്ലാവരും പേര് വെച്ച്. അതിന് പേര് പറഞ്ഞു. പേരാകുമ്പോൾ മുഴുവൻ എൻ്റെ നാട്ടുകാരനല്ലേന്ന് വെച്ചു. സാറ് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ശങ്കുഞ്ഞി മാഷാണോ? അപ്പോൾ ശങ്കുഞ്ഞി മാഷ എന്ന പേരപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ശങ്കുഞ്ഞി മാഷ നാട്ടുകാരനാന്ന് പറയും. മൂത്താൻ വന്നിട്ട് പറഞ്ഞ് എൻ്റെ മൂത്താൻ കുറ്റിയാടിയാണല്ലോ. അപ്പം എന്നെ കുറ്റിയാടി വിളിക്കാൻ തുടങ്ങിയ ജാഫർ ജാഫർ മൂപ്പര ഭാര്യ ഇപ്പോൾ എറണാകുളം ഡി എം ഒ സക്കീന.